നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പദവി ലഭിക്കാത്തതിൽ ആർ ശ്രീലേഖയ്ക്ക് കടുത്ത അതൃപ്തി വ്യക്തമാക്കിയവരുടെ സോഷ്യൽ മീഡിയയിൽ കടുത്ത നിശബ്ദതയുമാണ്. പുതിയ മേയറായി ചുമതലയേറ്റ വി രാജേഷിന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആശംസ പോലും ആർ ശ്രീലേഖ ഇതുവരെ പങ്കുവച്ചില്ല. മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുൻപേ കൗൺസിൽ ഹാളിൽ നിന്നും അവർ ഇറങ്ങിപ്പോയിരുന്നു. തന്റെ അതൃപ്തി പരസ്യമാക്കുന്ന രീതിയിലായിരുന്നു ഈ നടപടി. എന്നാൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആർ ശ്രീലേഖയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ടെന്നും ഇവിടെ നിന്നാണ് തുടക്കമെന്നുമാണ് രാജേഷ് പ്രതികരിച്ചത്. എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകുമെന്നാണ് രാജേഷിന്റെ നിലപാട്. ആരോഗ്യമേഖലയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ശ്രീലേഖയുടെ ഭർത്താവ് ഡോക്ടർ സേതുനാഥിനോടും സംസാരിച്ചുവെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും രാജേഷ് പറഞ്ഞു. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിനിടെ കൗൺസിൽ ഹാളിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ശ്രീലേഖ ഇറങ്ങിപ്പോയത് വലിയ ചർച്ചയായിരുന്നു. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി എന്നതാണ് ഇതിന് നൽകിയ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ഇരുവരും ശ്രീലേഖയുടെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നത്. മേയർ ചർച്ചകളിൽ വി രാജേഷിന്റെ പേരിനൊപ്പം ഉയർന്നു വന്ന പേരായിരുന്നു ആർ ശ്രീലേഖയുടേത്. എന്നാൽ രാഷ്ട്രീയ പരിചയസമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവും ഒക്കെ കണക്കിലെടുത്ത് രാജേഷിന് തന്നെ നറുക്കു വീഴുകയായിരുന്നു. മേയറെ തീരുമാനിക്കുന്നതിൽ RSSന്റെ ഇടപെടലും നിർണായകമായി. RSSന്റെ പിന്തുണ വി രാജേഷിനായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ BJP ഒരു വിഭാഗം നേതാക്കൾ ശ്രീലേഖയ്ക്ക് മേയർ പദവി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ അവസാന നിമിഷം വി രാജേഷിനെ തീരുമാനിച്ചത് അവരെ ചൊടിപ്പിച്ചു. താൻ അപമാനിതയെന്ന വികാരം പല നേതാക്കളോടും ഇവർ പങ്കുവച്ചതായി അനൌദ്യോഗികമായ റിപ്പോർട്ടുകളുമുണ്ട്. ശാസ്ത്രമംഗലത്ത് മത്സരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികൾ ചിലർ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് വിവരം. മേയർ പദവി വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് ശ്രീലേഖ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധയായി എന്നും വാർത്തകളുണ്ടായിരുന്നു. അധികാരം പിടിച്ച ശേഷം സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ മേയറാക്കി ഉറപ്പിച്ചിരുന്നു. സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില നേതാക്കൾക്ക് വി രാജേഷിനുള്ള എതിർപ്പും ശ്രീലേഖയെ പിന്തുണയ്ക്കാനുള്ള മറ്റൊരു കാരണമായിരുന്നു. എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലേഖയെ തീരുമാനിച്ചത് പ്രശ്നങ്ങൾക്ക് കാരണമായി. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചതും പിന്നാലെ RSS ഇടപെടലും രാജേഷിനെ പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന മുഖമായിരുന്നു ശ്രീലേഖ. കൗൺസിൽ ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും നടക്കുന്നതിനിടയിൽ ആ ശ്രീലേഖ പങ്കെടുക്കാതെ മടങ്ങിയതും ചർച്ചാ വിഷയമായി. വേഗം കൗൺസിൽ ഹാളിന് പുറത്തെത്തിയ ശ്രീലേഖ വാഹനം വിളിച്ച് മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ മേയർ സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ശ്രീലേഖയുടെ പേര് മുന്നിലായിരുന്നു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയ്ക്ക് നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കുമെന്നും പാർട്ടി ഉറപ്പ് നൽകിയതായാണ് വിവരം. അതല്ല എങ്കിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ അടക്കം അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീലേഖയെ പരിഗണിക്കും. ശ്രീലേഖയ്ക്ക് തക്കതായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്.